രാജ്യം 76ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്തവണ ദില്ലിയിലെ കർത്തവ്യപഥിലൂടെ നടന്നു നീങ്ങുക വനിതാ ശക്തിയുടെ ഉജ്ജ്വല പ്രതീകം കൂടിയാകും. ധീര വനിതകളുടെ കൂട്ടത്തിൽ ജമ്മു കാശ്മീരിലെ രാജൌരി ജില്ലയിൽ നിന്നുള്ള 26-കാരിയായ CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ ബാല പ്രത്യേക ശ്രദ്ധ നേടും. ജനുവരി 26-ന് ഡൽഹിയിലെ കർത്തവ്യപഥിലൂടെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ 140-ലധികം പുരുഷ സേനാംഗങ്ങൾ മാത്രം ഉൾപ്പെട്ട CRPF മാർച്ചിംഗ് സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസറാകും സിമ്രൻ. മുൻകാലങ്ങളിൽ വനിതാ CRPF ഓഫീസർമാർ റിപ്പബ്ലിക് ദിന പരേഡുകളിൽ വിവിധ സംഘങ്ങളെ നയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ പുരുഷ സേനാ സംഘത്തിന്റെ കമാൻഡ് ഒരു വനിതയ്ക്ക് ലഭിക്കുന്നത് ആദ്യമായാണ്. സേനയ്ക്കും രാജ്യത്തിനും അഭിമാന നിമിഷമാകുമിത്. ജമ്മു കാശ്മീരിലെ രാജൌരി ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസർ എന്ന പ്രത്യേകതയും സിമ്രൻ ബാലയ്ക്കുണ്ട്. രാജ്യത്തിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക സേനയായ CRPF-ൽ ഓഫീസർ റാങ്കിൽ പ്രവേശിച്ച അവർ സ്ത്രീ ശക്തിയുടെ പുതിയ മുഖമായി മാറുകയാണ്. ഏകദേശം 3.25 ലക്ഷം സേനാംഗങ്ങളുള്ള CRPF രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ മുഖ്യ കരുത്താണ്. നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾ, ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ നടപടികൾ, വടക്കുകിഴക്കൻ മേഖലകളിലെ കലാപവിരുദ്ധ ചുമതലകൾ എന്നിവയാണ് സേനയുടെ പ്രധാന ദൗത്യങ്ങൾ. ജമ്മുവിലെ ഗാന്ധിനഗറിലുള്ള ഗവൺമെന്റ് കോളേജ് ഫോർ വുമൻസിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ സിമ്രൻ ബാല UPSC നടത്തിയ CAPF അസിസ്റ്റന്റ് കമാൻഡന്റ് പരീക്ഷ ഉയർന്ന നിലയിൽ വിജയിച്ചാണ് CRPF-ൽ ചേർന്നത്. 2025 ഏപ്രിലിൽ കമ്മീഷൻ ലഭിച്ച അവർക്ക് ആദ്യ നിയമനം ലഭിച്ചത് ഛത്തീസ്ഗഡിലെ ബസ്താരിയ ബറ്റാലിയനിലായിരുന്നു. നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റാണിത്. ഗുരുഗ്രാമിലെ CRPF അക്കാദമിയിൽ നടന്ന പരിശീലന കാലത്ത് മികച്ച ഓഫീസറിനുള്ള പുരസ്കാരവും പബ്ലിക് സ്പീക്കിംഗ് വിഭാഗത്തിലെ മികവിനുള്ള അംഗീകാരവും അവർക്ക് ലഭിച്ചു. അച്ചടക്കവും ആത്മവിശ്വാസവും നേതൃത്വ ഗുണങ്ങളും ചേർന്ന വ്യക്തിത്വമാണ് സിമ്രാൻ ബാലയെ വേറിട്ടതാക്കുന്നത്. റൈസിന ഹില്ലിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വഴി റെഡ് ഫോർട്ടിലേക്കുള്ള കർത്തവ്യപഥിലൂടെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന വേദിയാകും. ഇത്തവണ പരേഡിന്റെ പ്രത്യേക ആകർഷണങ്ങളിലൊന്നായി സശസ്ത്ര സീമാബാലും CRPF-ഉം ചേർന്നുള്ള വനിതാ ഡെയർ ഡെവിൾ സംഘം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്കുകളിൽ നടത്തുന്ന പ്രകടനവും ഉണ്ടാകും. 2020-ലെ റിപ്പബ്ലിക് ദിനത്തിലും ഇവർ ഈ സാഹസിക നേട്ടം കാഴ്ചവെച്ചിരുന്നു. സിമ്രൻ ബാലയുടെ ഈ നേട്ടം സൈനിക മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുന്നുവെന്ന സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്. അതിർത്തികളും മുൻവിധികളും ഭേദിച്ച് കഴിവും ആത്മവിശ്വാസവും കൊണ്ട് രാജ്യം കാക്കുന്നു അവർ. ഈ റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യപഥിലൂടെ സിമ്രാൻ ബാല നയിക്കുന്ന മാർച്ച് രാജ്യമെമ്പാടുമുള്ള കുട്ടികൾക്ക് പ്രചോദനമാകുന്ന ചരിത്ര നിമിഷമായി മാറും.